എല്ലാവരും ഒരുപാട് ചിരിക്കുന്നതും കൈയടിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. ഓരോരോ സീൻ ബൈ സീൻ തുടക്കം തൊട്ട് ഒടുക്കം വരെ അങ്ങനെയായിരുന്നു. അപ്പം ഒരുപാട് സന്തോഷം. ഈ ഒരു റിയാക്ഷൻസ് ത്രൂ ഔട്ട് നിലനിന്ന് പോയി എല്ലാവരും കേരളത്തിലുള്ള എല്ലാ പ്രേക്ഷകരും വന്ന് ബാഡ് ബോയ്സ് ഏറ്റെടുക്കണം എന്നാണ് സന്തോഷം. അവർ പറയട്ടെ. അല്ല, അവർ ഇപ്പം ഒന്നും ജസ്റ്റ് സിനിമ കണ്ടല്ലേ ഉള്ളൂ. എല്ലാവരും ചിരിക്കുന്നു, ഭയങ്കര ഹാപ്പിയാണ്. ഫാമിലി എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഒരു ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങളുടെ അബാ മൂവീസിൽ നിന്നുള്ള ഒരു ബെസ്റ്റ് പടമായിട്ടാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞത്. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് പ്രേക്ഷകർ പറയട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ചെയ്യുമ്പോഴത്തേനും റിവ്യൂസൊക്കെ വരുമല്ലോ. അല്ല, നിങ്ങളുടെ അഭിപ്രായം അതാണോ? ആണോ? നിങ്ങൾ സിനിമ ഉണ്ടോ? അപ്പോൾ സിനിമ കാണാം, കണ്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അല്ലാതെ ഇപ്പം ഞാൻ ചെയ്ത ഞങ്ങളുടെ ഒരു പ്രോഡക്റ്റാണിത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാൻ തന്നെ പറയുന്നത് ശരിയല്ലല്ലോ. ഇനി കാണാനുള്ള പ്രേക്ഷകരോട് ഓണത്തിന് അടിച്ചു പൊളിക്കാൻ ഹാപ്പിയായിട്ട് തിയേറ്ററിൽ നിന്നൊരു ഒരു കുറേ ചിരിച്ച് ചെറിയ ഇമോഷൻസും സുഹൃത്ത് ബന്ധവും അല്ലോ എല്ലാം എൻജോയ് ചെയ്ത് വീട്ടിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഓണത്തിന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ അന്നേ എനിക്ക് പറയാനുള്ളൂ. ബാക്കി നിങ്ങളൊക്കെ പോയി കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളുടെ റിവ്യൂസ് നിങ്ങൾ അറിയിക്കുക. നല്ലതാണെങ്കിൽ ഞങ്ങളെ അഭിനന്ദിക്കാം, മോശമാണെങ്കിൽ നിങ്ങൾക്ക് വിമർശിക്കാം. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അല്ലാതെ ഇപ്പം ഞാൻ ചെയ്ത ഒരു പ്രോഡക്റ്റാണ്, നമ്മുടെ പ്രൊഡക്ഷനാണ്. ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, ഞാൻ കുറേ ആർട്ടിസ്റ്റുകളെ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്നെ ഇതിനെ പറ്റിയിട്ട് ഞാൻ നല്ലതല്ലേ പറയുള്ളൂ. അപ്പോൾ ബാക്കി നിങ്ങളൊക്കെ കണ്ടിട്ട് പറയും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ഞങ്ങളുടെ സിനിമ തിയേറ്ററിലുണ്ടാവും. അപ്പോൾ തുടർന്ന് എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കും. എന്തായി 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 വന്ന് കണ്ടോക്ക്. ഓണത്തിന് അടിച്ച് പൊളിച്ച് കാണാൻ പറ്റിയ സിനിമയാണ്. വെറുതെ തള്ളല്ല, സത്യമാണ്. മുട്ടോളം ചോരയിലും മുങ്ങി നിന്നിരിക്കുന്ന ടീമാണ് ബാഡ് ബോയ്സ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കളർ പടമാണ്. ഒരുപാട് ചിരിക്കാനും ഇമോഷനും ഫൈറ്റും എല്ലാ പരിപാടിയും ഉണ്ട്. താങ്ക് യു. നല്ല റെസ്പോൺസ് ആണ്. താങ്ക് യു. നല്ല പടം ഇഷ്ടപ്പെട്ടു. അടിപൊളി. ചെറിയ കുട്ടി, അതെന്റെ മോളാണ്. കൊള്ളാം. റിവ്യൂ പറയുന്ന ആൾക്കാരൊക്കെ സിനിമയ്ക്കകത്തുണ്ട്. ചെന്ന് ആറാട്ടനൊക്കെ പിടിച്ചോ. കോമഡിയാണ്, ചിരിക്കാം. ഓണത്തിൻ്റെ പാട്ടുകളുണ്ട്, എല്ലാം നല്ല രസമുണ്ട്. എല്ലാ കഥാപാത്രങ്ങളും ഉണ്ട്. മീഡിയക്കാരുണ്ട്, നമ്മുടെ സോഷ്യൽ മീഡിയ താരങ്ങളുണ്ട്. എല്ലാവരെയും നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബോച്ചയുടെ കഥാപാത്രം ബോച്ചനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. പക്ഷേ അതിനെക്കാട്ടും നന്നായിട്ട് തുഷാറിൻ്റെ അഭിനയിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. ശരിക്കും ബോച്ചയാണ് നമുക്ക് എടുത്തു കാണിക്കുന്ന രീതിയിൽ നല്ല രസമുണ്ട് കാണാൻ. സിനിമ എങ്ങനെയുണ്ട്? ഞാൻ ആദ്യമായിട്ടാണ് സിനിമ കാണുന്നത്. ഇന്ന് ഫസ്റ്റ് ഷോ. എൻ്റെ കൂടെ എൻ്റെ വൈഫ് വന്നിട്ടുണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങൾ മൊത്തം എന്താ പറയുക, ഞാൻ എൻ്റെ സിനിമയെ കുറിച്ചൊന്നും പറയാൻ പാടില്ല. എന്നാൽ പോലും എനിക്ക് വളരെ ഭയങ്കര ഞാൻ ഒരുപാട് ചിരിച്ചു സിനിമ കണ്ടിട്ട്. മീൻസ് അത്രയും നേരം ചിരിക്കാൻ കഴിഞ്ഞല്ലോ. നല്ല സന്തോഷം തന്നു. ഇതിൻ്റെ ഔട്ട്കം ഐ എം വെരി ഹാപ്പി. ഐ ലവ് ദ മൂവി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. റഹ്മാൻക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടെന്ന കാര്യം അറിയും. ഇല്ല, അതായത് കമന്റ് സെക്ഷൻ ഫുള്ള് റഹ്മാൻക്കാട് ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അവരോട് എന്തെങ്കിലും പറയാനുണ്ട്? അവരുടെ സ്നേഹം അറിയിക്കുന്നു, അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ഓക്കെ ഓക്കെ. പടം എങ്ങനെയെന്ന് നിങ്ങളല്ലേ പറയണ്ടേ? ഇഷ്ടപ്പെട്ടാ? അല്ല, ഓഡിയൻസിൻ്റെ ഒപ്പം ഇരുന്ന് കാണുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് ഒരു ഫീൽ കിട്ടുന്നത്. അത് വളരെ സന്തോഷമുണ്ട്. എല്ലാത്തിൻ്റെയും കൂടി ഒരു പാക്കേജ് ആയിരുന്നു. ഡാൻസ്, പാട്ട്, ഫെസ്റ്റിവലിന് വേണ്ട എല്ലാം ഉണ്ടായിരുന്നു. ഫൈറ്റ് ഉണ്ട്, സൂപ്പർ അല്ലേ? അടിച്ച് പൊളിക്കണം അല്ലേ? ഓണത്തിന് പൊളിക്കാൻ പറ്റിയ പടമാണ്. എന്തായാലും ഞാൻ ഇന്നലെ പറഞ്ഞേ ഓണം തൂക്കൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എങ്ങനെയാണ്? അത് തന്നെയല്ലേ? കറക്റ്റ് അല്ലേ?
ഇപ്പം ഇന്നലത്തെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ റിവൈൻഡ് ചെയ്ത് നോക്കണോണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് ഓണം തൂക്കി. അതിൽ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു. നല്ല പടം, അടിപൊളിയായിട്ടിരിക്കും, നല്ലൊരു എൻ്റർടൈനർ. ഓണം ഭയങ്കര സന്തോഷം, ഹാപ്പി. നല്ല നിൽക്കുന്ന ക്യാപ്റ്റൻ അല്ല, ഇതിലെല്ലാവരും ക്യാപ്റ്റന്മാരാ. ഇത് തന്നെയാണ് ക്യാപ്റ്റൻ. പടം കണ്ടിട്ട് പറയാനുള്ള, ഓണത്തിന് നിങ്ങൾക്ക് വന്ന് തിയേറ്ററിൽ വന്ന് ഹാപ്പി ആയിട്ട് ചിരിച്ച് കളിച്ച് പോകാൻ പറ്റാവുന്ന ഒരു സിനിമ. തീർച്ചയായും ഓണത്തിന് ഓണം കളറാക്കാൻ ബാഡ് ബോയ്സ് ഒരു ടെൻഷനും ഇല്ലാണ്ട് ഫ്രീ ഫൺ. ഇത് എൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് പോലെ എല്ലാവരും ഇത് ഹിറ്റാക്കി തരണം. ഈ പടം ഒരു ബർത്ത്ഡേ ഇത് എൻ്റെ വക ഒരു ബർത്ത്ഡേ ട്രീറ്റ്. താങ്ക് യു. നല്ലോണം ചിരിക്കാനുണ്ട്. വളരെ സന്തോഷം, ഭയങ്കര സന്തോഷം. എല്ലാവരും സിനിമ കാണാൻ എല്ലാവർക്കും ഇഷ്ടം. അതെ അതെ, റഹ്മാൻ ഖാൻ്റെ ഒരു കംബാക്ക് ആണ്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് നിങ്ങൾ പറയാ. നന്നായിരുന്നു, വളരെ സന്തോഷം. പടം നല്ല ഗംഭീര പടമാണ്. വിവാദങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ പടം കാണുന്നത്. നല്ലൊരു പടമാണ്. ഇതിൽ അഭിനയിക്കാൻ പറ്റിയതിലും നന്ദി പറയുന്നു. ഒമർ ലുലു സാറിനോടും ഷീലു ഇബ്രാഹിമിനോടും നന്ദി പറയുന്നു. ഒബരാ മാത്യു സാർ എല്ലാവരും കഷ്ടപ്പെട്ടാണ് നമുക്ക് ഈ ചാൻസ് തന്നത്. ഓണം വിന്നറായിരിക്കും പടം. ഫുൾ വൈബ് ആയിട്ട് കാണാൻ പറ്റുന്ന സിനിമയാണ്. ആൻഡപ്പൻ ആറാടുകയാണെന്ന് തന്നെ പറയാം. നമ്മുടെ റഹ്മാൻ സാറും ബിബിൻ ജോർജ്, അൻസൽ, സെന്തിൽ കൃഷ്ണൻ, അങ്ങനെ ഒരുപാട് താരനിരയുണ്ട്. ഡാൻസ് വാസു ചേട്ടനാണ് നമ്മുടെ ഒരു സീനിലൊക്കെ വരുന്നത്. അതൊക്കെ പൊളിയായിരുന്നു, ഗംഭീരമായിരുന്നു. എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണം. നല്ല മൂവിയായിരുന്നു, എക്സൈറ്റ്മെൻ്റ് ആണ്. എല്ലാവരും പോയി കാണാൻ സപ്പോർട്ട് ചെയ്യാം. പെർഫോമൻസ് അല്ല, ഇവർ എല്ലാവരും ഇവർ ഈക്വലി ഹാർഡ് വർക്കാണ് എല്ലാവരും തന്നിരിക്കുന്നത്. ഇപ്പം ഞാനായാലും എല്ലാവരും എടുത്ത് പറയാം, എല്ലാവരും ഈക്വലി ഇമ്പോർട്ടൻസ് ആണുള്ളത്. അപ്പം എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യാം. പടം ഒമർക്ക് തൂക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ആദ്യം താങ്ക്സ് പറയേണ്ടത് ഒമർക്കാനാണ്. കാരണം റഹ്മാൻ സാറിനൊക്കെ കൊണ്ടുവരുന്ന ഇത്ര വലിയ ആൾക്കാരൊപ്പം അഭിനയിക്കാൻ പറഞ്ഞാൽ വലിയ കാര്യം. പിന്നെ ഒന്ന് കണ്ട് പ്രോത്സാഹിപ്പിക്കുക, അടിപൊളിയാണ്. അത്രേ ഉള്ളു പറയാൻ. എല്ലാവരും ഒന്നിനൊന്ന് വെച്ചോ. സൂപ്പർ, എൻ്റർടൈനിങ് ആണ്. എല്ലാവരും നല്ല പെർഫോമൻസ്, ബോറടിക്കില്ല. ബാഡ് ബോയ്സ് അടിപൊളി സിനിമയാണ്. ഉമർ ലുലു നല്ല രസമായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ഒരുപാട് അനാവശ്യമായിട്ടുള്ള പഴയ കമൻസുകളൊക്കെ ഉണ്ട് ഉമർ ലുലു എന്ന് പറഞ്ഞ സംവിധായകനെതിരെ. പക്ഷേ ഈ പടത്തിൽ അത്തരം സാധനങ്ങളൊന്നുമില്ല. നല്ല സിനിമയാണ്, ഫുൾ കോമഡി പടമാണ്. അതുപോലെ തന്നെ മാസും കൂടെ കലർത്തിക്കൊണ്ട് കോമഡി മാസ് സിനിമയാണ്. അതുപോലെ തന്നെ പഴയ ആക്ടർമാരെല്ലാം തിരിച്ച് റിട്ടേൺ വന്നിട്ടുണ്ട് ഈ സിനിമയിൽ. നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത് പോലും നമുക്ക് ബോറടിക്കാത്ത, അത് ലാഗടിക്കാത്ത രീതിയിൽ ഇത്രയും നല്ലൊരു സിനിമ സ്ക്രിപ്റ്റ് ചെയ്ത് അതുപോലെ തന്നെ ഇത് ഡയറക്റ്റ് ചെയ്ത ഒമർ ലുക്കയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. അത്ര നല്ല മേക്കിംഗ് ആണ്. ഈ ഓണം തൂക്കി എന്നുള്ളതിന് യാതൊരു സംശയം വിചാരിക്കേണ്ട. ഓണം കഴിഞ്ഞ കൊല്ലത്തെ ആർഡെക്സ് കൊണ്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കൊല്ലം ഈ ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമ കൊണ്ടുപോകുന്നുള്ളത് 100% ഉറപ്പാണ്. അത്ര ഫുൾ എൻ്റർടൈൻമെൻ്റ് അല്ലാതെ വേറെ ഒന്നുമില്ല. ഫുള്ള് നമുക്ക് ചിരിച്ച് കോമഡിയാണ്. അതുപോലെ തന്നെ മികച്ച 2 പുതുമുഖ ആക്ടർമാരുണ്ട് ഈ സിനിമയിൽ. ഒന്ന് അലൻ ജോസ് പെരേരയും പിന്നെ ഒന്ന് ആറാട്ടണനും. ഇവരുടെ പ്രകടനം എന്ന് പറഞ്ഞാൽ മികവുറ്റ പ്രകടനം. കാരണം ഡയലോഗ് കൊണ്ട് ഇങ്ങനെ ഡെലിവറി ആണ്, ഇങ്ങനെ അമ്മാനെ ആടുന്ന പോലുള്ള ആക്ടിങ് ആണ്. അവർ പുതിയ തലമുറയ്ക്ക് ഒരു വാഗ്ദാനമാണ് കേട്ടോ. മലയാള സിനിമയിലേക്ക് അവർ രണ്ടുപേരും നല്ല ഒരുപാട് അവസരങ്ങൾ അവർക്ക് ഉണ്ടാവും കേട്ടോ. തീർച്ചയായിട്ടും ഈ സിനിമ വിജയിക്കേണ്ട സിനിമ തന്നെയാണ്. എല്ലാ പ്രേക്ഷകരും വന്ന് മസ്റ്റായിട്ട് വാച്ച് ചെയ്യേണ്ട സിനിമയാണ്. അത്ര നല്ല പടം, ഫുൾ ഓണാണ് പടം. അതായത് നമ്മൾ എന്താണോ ചിന്തിച്ചൊരു ബാഡ് ബോയ്സ് എന്ന പേര് കേട്ട് നമ്മൾ തിയേറ്ററിലേക്ക് വരുന്നോ അതുപോലെ പഞ്ചിങ് പവർഫുള്ളായിട്ടുള്ള ഒരു സിനിമ മേക്ക് ചെയ്ത ഒമർ ലുലു സാറിന് എൻ്റെ ഒരു ബിഗ് സല്യൂട്ടാണ്. വീണ്ടും ഞാൻ പറയുകയാണെങ്കിൽ ഇത് സൂപ്പർ ഹിറ്റ് അടി. അതുപോലെ തന്നെ ബാബു അന്നി ചേട്ടൻ, പിന്നെ നമ്മുടെ അബു സലീം, ശങ്കർ, ദേവൻ, ഇവരെല്ലാം റിട്ടേൺ വന്നിരിക്കുകയാണ്. കിടിലം നല്ല അടിപൊളി സിനിമയായിരിക്കും ഇത്. സൂപ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റർ. സ്റ്റാർ 5 കൊടുക്കാമെന്നുള്ളത് ഈ 3 എണ്ണം പറയുന്ന വാക്കാണ്, ഉറപ്പാണ്. അടിക്കും.